അടുത്ത നിമിഷങ്ങളിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും എല്ലാ ശിഷ്യന്മാരുടെയും കാല് കഴുകുമ്പോൾ യൂദായുടെ കാലും കഴുകുകയും ക്ഷമയോടെ സ്നേഹത്തോടെ യാതൊരു മനോഭാവമോ മുഖമാറ്റവും ഇല്ലാതെ ശുശ്രൂഷിക്കുന്ന ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്ന യേശുദേവൻ എന്തുകൊണ്ട് യേശുദേവനെ കുരിശിലേറ്റുന്നു? ശരിക്കും യേശുദേവൻ എന്ന വ്യക്തിയല്ല കുരിശിലേറ്റുന്നത്. യേശുദേവൻ മുന്നോട്ട് വച്ചിട്ടുള്ള നന്മ, അദ്ദേഹം ലോകത്തിന് പകർന്നു നൽകിയ സത്യം, നീതി, ന്യായം, ക്ഷമ തുടങ്ങിയ ഒരുപാട് കാരുണ്യം, ഒരുപാട് കാര്യങ്ങളെയാണ് കുരിശിലേറ്റുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ഭൂമിയിൽ യേശുമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ നിമിഷവും നമ്മൾ യേശുമാരെ കുരിശിലേറ്റുന്നുമുണ്ട്. പക്ഷെ മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി അനുനിമിഷം യേശുമാർ ഉയർത്തെഴുന്നേൽക്കുന്നുമുണ്ട്. യേശു എന്നത് ഒരു പ്രതീകമാണ്, ഒരു മനുഷ്യനല്ല. ദൈവപുത്രൻ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനപ്പുറം മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി, മാനവരാശിയെ ക്ഷമ പഠിപ്പിക്കുന്നതിന് വേണ്ടി, സ്നേഹം, കാരുണ്യം, സഹാനുഭൂതി, സഹിഷ്ണുത ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരു ആശയമായി നമ്മൾ എടുത്താൽ, ഒരു വികാരമായി എടുത്താൽ എത്ര മനോഹരമായിരിക്കും. എല്ലാ നിമിഷവും നമ്മളിൽ നന്മയും തിന്മയുമുണ്ട്. ഓരോ നിമിഷവും അസുരഗുണവും ദേവഗുണവും മനുഷ്യരിലുണ്ട്. അസുരഗുണത്തെ നാം തീർച്ചയായിട്ടും ഓരോ നിമിഷവും ഇല്ലാതാക്കി ദേവഗുണത്തെ അല്ലെങ്കിൽ ദേവഗുണത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ചില നിമിഷങ്ങളിൽ മറ്റുള്ളവർ നമ്മളിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേവഗുണത്തെ കുരിശിലേറ്റും, അസുരഗുണം എണീറ്റ് നിൽക്കും. പക്ഷെ വീണ്ടും അടുത്ത നിമിഷം ദേവഗുണം ഉയർത്തെഴുന്നേൽക്കും. യേശുദേവന്റെ ചിന്തകൾ, പ്രവൃത്തികൾ ലോകത്തിനോട് പറഞ്ഞത് ഇത് തന്നെയല്ലേ? തീർച്ചയായിട്ടും നന്മ എപ്പോഴും ഒരുപാട് കാലം നിലനിൽക്കാൻ കഴിയില്ല, അതിനെ തകർക്കും. പക്ഷെ തകർക്കുമ്പോഴും വീണ്ടും വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ നിമിഷവും തകർക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വികാരമായി, ഒരു വിചാരമായി, ഒരു ചിന്തയായി നമ്മളുടെ മുന്നിൽ യേശുദേവൻ ഉണ്ട്. ആ തകർക്കപ്പെടലിൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മാനവരാശി മനുഷ്യരിൽ നിന്ന് മാനവരായി മാറുന്നത്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും പുതിയ രൂപങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ അത് കുരിശിലേറ്റിയെങ്കിലും മൂന്നാം നാൾ അത് ഉയർത്തെഴുന്നേറ്റതായി ചരിത്രം പറയുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പ് അങ്ങനെ സാധിക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച്, മനുഷ്യനല്ലേ, ഒരു മനുഷ്യൻ അങ്ങനെ മരിച്ചുപോയാൽ, കുരിശിൽ കയറിയാൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. തീർച്ചയായും കഴിയണം. അവിടെ വ്യക്തിയല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്, ഒരാശയമാണ്. അപ്പോൾ വെള്ളിയാഴ്ച കുരിശിലേറ്റപ്പെടുന്ന ആശയം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്ന കഥയാണ് ലോകത്തോട് യേശുവിന് പറയുവാനുള്ളത്. ഇങ്ങനെ ഓരോ നിമിഷവും നാം കുരിശിലേറ്റുന്ന നന്മകളെ, അതില്ലെങ്കിൽ നാം കൊണ്ടുപോകേണ്ട സദ്ഗുണങ്ങളെ ഓരോരുത്തരും പല രൂപത്തിൽ, കാമക്രോധ ലോഭ മോഹങ്ങളുടെയൊക്കെ രൂപത്തിൽ വന്ന് അതിനെ കീഴടക്കി, അത് നന്മ പറയുന്നവരെ, ക്ഷമ പറയുന്നവരെ, സ്നേഹം പറയുന്നവരെ, ത്യാഗം പറയുന്നവരെ കുരിശിലേറ്റുന്ന കാഴ്ച ഇപ്പോഴും വർത്തമാന ലോകത്തും നിരവധി രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ പ്രതീക്ഷ ഈസ്റ്ററുകളാണ്, ഉയർത്തെഴുന്നേൽപ്പുകളാണ്. തീർച്ചയായും നന്മയുടെ രൂപങ്ങൾ എന്നും ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കും. സത്യത്തിൻ്റെ ഭാവങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, എത്ര തിന്മകളെ വന്ന് നന്മയെ കുരിശിലേറ്റിയാലും ആ നന്മകൾ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കും. നന്മയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ, ക്ഷമയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നമുക്ക് വരവേൽക്കാം. അതിലൂടെ മാനവരാശിയുടെ മുന്നേറ്റുള്ള യാത്രയാണ് നമ്മോട് യേശുദേവൻ പറയുന്നത്.